ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് പ്രഗ്നൻസിയുടെ 34ാമത്തെ ആഴ്ചയിൽ അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത്, കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഉറങ്ങുമ്പോൾ കുഞ്ഞ് കണ്ണടച്ചും ഉണരുമ്പോൾ കണ്ണ് തുറക്കുകയും ചെയ്യുന്ന ഒരു ശീലത്തിലേക്ക് ഇപ്പം നമ്മുടെ കുഞ്ഞ് വന്നിട്ടുണ്ട്. കുഞ്ഞ് പുറത്തേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകളുടെ ഒരു ഭാഗമാണ് ഇത്. ഈ ആഴ്ചയിൽ കുഞ്ഞിന് ഏതാണ്ട് 2.3 കിലോ ഭാരവും അതുപോലെ 17.6 ഇഞ്ച് നീളവുണ്ടാവും. ഏകദേശം താരതമ്യപ്പെടുത്തി പറയാന്നുണ്ടെങ്കിൽ ഒരു തണ്ണിമത്തനുണ്ടല്ലോ, അതിൻ്റെ വലിപ്പത്തിലേക്ക് ഇപ്പം എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. നമുക്കിനി അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ. അമ്മയുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് ഇപ്പോൾ ഏതാണ്ട് 50% വരെ കൂടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പ്രസവം വരെ ഇങ്ങനെ തന്നെ തുടരും. പ്രസവത്തിൻ്റെ സമയത്ത് നല്ല രീതിയിൽ ബ്ലഡ് ലോസ് ഉണ്ടാവാം. അത് ഒരു സമാധാനമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് ലോസ് ആയാലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രക്തമൊക്കെ ഇപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. അതാണ് ഒരു സമാധാനം. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോക്ടേഴ്സ് ഇപ്പം 10 താഴെയാണെങ്കിൽ നിർബന്ധമായിട്ടും കൂട്ടണം, ഇനി ഇഞ്ചക്ഷൻ എടുക്കണം എന്ന കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഇഞ്ചക്ഷനും കാര്യങ്ങളൊന്നും എടുക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ബ്ലഡ് കൂട്ടണ്ടേ, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് എങ്ങനെയാണ് ബ്ലഡ് കൂട്ടണ്ടേ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തു തരാം കേട്ടോ. ഇനി അമ്മയുടെ ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രസ്റ്റ് ആൻഡ് കോൺട്രാക്ഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം. അത് നോർമലാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഇപ്പോഴും അതുതന്നെ പറയുന്നത്. ആരും അതിനടുത്ത് അയ്യോ ഇത് ഡെലിവറി പെയിൻ ആണോ എന്ന് ചിന്തിക്കേണ്ട. ഡെലിവറി പെയിൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ 32ാമത്തെ ആഴ്ചയുടെ ഫുൾ ലെങ്ത് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബ്രസ്റ്റ് ആൻഡ് കോൺട്രാക്ഷൻസ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോസിൽ മനസ്സിലാക്കാത്തവർക്ക് ഒന്നും കൂടി ഞാൻ പറയാം. ഒരു 20-30 സെക്കൻഡ് നേരത്തേക്ക് ഗർഭപാത്രം ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. അതിനെയാണ് ബ്രസ്റ്റ് ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനിയുള്ള ആഴ്ചയിൽ ബ്രസ്റ്റ് ആൻഡ് കോൺട്രാക്ഷൻസ് ഒരു നോർമൽ നിങ്ങളുടെ ലൈഫിലെ ഒരു റുട്ടീൻ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഡെലിവറി പെയിനും ഇതും തമ്മിലുള്ള വ്യത്യാസം ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ക്ലിയർ ആവും കേട്ടോ. അമ്മയുടെ ശരീരത്തിൽ ഈ ആഴ്ച മുതൽ ക്ഷീണം, ഉറക്കക്കുറവ്, വേദന ഇതൊക്കെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അത് മാത്രമല്ല അമ്മയ്ക്ക് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. ഫസ്റ്റ് ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഉത്കണ്ഠയും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്ന ഒരു സമയമാണിത്. പക്ഷേ ആരും ടെൻഷൻ അടിക്കണ്ട, ഇനി അങ്ങോട്ട് കഴിയാറായി. ഇനി മിനിമം ഒരു 6 ആഴ്ച ഉള്ളൂ എന്ന് പറയാം. 6 ആഴ്ച തികച്ചുണ്ടാവില്ല നിങ്ങൾക്ക്. നമുക്കിനി കുഞ്ഞിൽ എന്താണ് ഈ ആഴ്ചയിൽ സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ. കുഞ്ഞ് പുറത്ത് വന്ന് കഴിയുമ്പോൾ അണുബാധ കാര്യങ്ങളൊന്നും ഏൽക്കാണ്ടിരിക്കാനായിട്ട് സുരക്ഷിതകരമായി കഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ വികസിച്ച് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. കുഞ്ഞിൻ്റെ അസ്ഥികളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് കട്ടി വയ്ക്കുകയും അതുപോലെ ബലമുള്ളതായിട്ടും തീരുന്നുണ്ട്. കുഞ്ഞിൻ്റെ മൂത്രവും അതുപോലെ വിയർപ്പൊക്കെ അധികമായിട്ട് ഇപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലേക്ക് ഒഴുകി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ശുദ്ധീകരിക്കുന്നുണ്ട്. നമുക്കിനി ഈ ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. കുഞ്ഞിൻ്റെ ബോണ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കരുത്ത് വയ്ക്കാനും കട്ടി വയ്ക്കാനൊക്കെ ആരംഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇതിന് നല്ലപോലെ കാൽഷ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ, മുട്ട, പാല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഗുളിക കഴിക്കണം. അതിന് പുറമെയാണ് ഇതും കൂടി കഴിക്കാൻ വേണ്ടി പറയണേ കേട്ടോ. ഇനിയിപ്പോൾ ഗർഭിണി കൂടുതലായിട്ട് കാൽഷ്യം കഴിച്ചില്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് കാൽഷ്യം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ളതൊക്കെ വലിച്ചെടുക്കും. അപ്പം നമ്മുടെ ബോഡിയിൽ കാൽഷ്യം കുറയാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മളങ്ങ് കാല് ഉളുക്കുകയോ ഇല്ലെങ്കിൽ മടങ്ങുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പെട്ടെന്ന് ഒടിയാനുള്ള സാധ്യത വരണേ. അപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള കാൽഷ്യം, നമുക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം ഗുളികയും മരുന്നിലൂടെയും അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സിലൂടെയും കഴിക്കാൻ വേണ്ടി പറയണേ. പ്രത്യേകിച്ച് 50-60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അസ്ഥികളൊക്കെ ക്ഷീണിച്ച് ബലം കുറഞ്ഞതായിട്ട് മാറുന്നുണ്ട്. അതിനൊക്കെ കാരണം ഇതാണ്. ഡെലിവറിയുടെ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ കാൽഷ്യം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള കാൽഷ്യമാണ് എടുത്ത് കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വയസ്സാകുമ്പോൾ നമ്മുടെയും കാൽഷ്യം കുറഞ്ഞ് നമ്മളും വയ്യാണ്ടാവും പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ മരുന്ന് കഴിക്കാനായിട്ടും ഭക്ഷണം കഴിക്കാനായിട്ടും ശ്രദ്ധിക്കണം. ഡോക്ടർ എങ്ങാനും നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ കാൽഷ്യം ഗുളികൾ കഴിക്കാനായിട്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്തും അങ്ങനെ വിട്ടുപോയില്ല, പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസിയുടെ മെഡിസിൻസ് ഒന്നും. പക്ഷേ എങ്ങാനും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഡോക്ടറെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചേക്ക്. ഇപ്പോൾ 32ാമത്തെ ആഴ്ച ആയില്ലേ, നമുക്ക് ഇനിയിപ്പോൾ കാൽഷ്യം കഴിക്കണ്ടേ, ആവശ്യമില്ലേ എന്നുള്ളത് ജസ്റ്റ് ചോദിച്ചാൽ മതി. അപ്പോൾ ഡോക്ടർ അതിനുള്ള മരുന്ന് എഴുതി പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ.
ഇനി പ്രഗ്നൻ്റ് ആയ വുമണിനെ, അതായത് ഗർഭിണിയെ കൂടുതൽ കെയർ കൊടുത്ത് പരിപാലിക്കേണ്ടത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ആളായിരിക്കാം, എന്നിരുന്നാലും ഇപ്പോൾ വേറെ വീട്ടിലെ ആളില്ല, ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ തന്നെയും കാലത്തെ നേരമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹസ്ബൻഡിന് അടുക്കളയിൽ ഒരു പണി അറിയില്ലെങ്കിൽ പോലും എന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിലൊക്കെ സഹായിക്കുക എന്നുണ്ടെങ്കിൽ അത് ഭാര്യയ്ക്ക് അതൊരു ഭയങ്കര ആശ്വാസമായിരിക്കും. ഇത്രയും കെയറിങ് കാര്യങ്ങളൊന്നും പങ്കാളിക്ക് അല്ലാണ്ട് വേറെ ഒരാൾക്കും നൽകാനായിട്ട് സാധിക്കില്ല. അതുപോലെ ഗർഭിണിയെ ഭർത്താവ് ഇത്ര സപ്പോർട്ട് ചെയ്യുമ്പോൾ ഗർഭിണിയുടെ വയ്യാന്നുണ്ടെങ്കിലും ഒരു ഊർജ്ജം കൂടുകയും ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാനും ശ്രമിക്കാം. കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെക്സ് ഡിറ്റർമിനേഷൻ അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇടാനുള്ള പേര് കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി അങ്ങോട്ട്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഒന്നും തന്നെ കരുതി വെക്കാൻ പാടില്ല. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടേ കുഞ്ഞിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു മിത്തൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാരണവന്മാരൊന്നും അത് വാങ്ങിച്ച് വെക്കാനായിട്ട് ഇപ്പോഴും സമ്മതിക്കാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു. പണ്ട് കാലത്ത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം പെട്ടെന്ന് മരിച്ചു പോവുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് കുഞ്ഞിനൊന്നും വാങ്ങിച്ച് നേരത്തെ കൂട്ടി വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പണ്ടത്തെ കാലമല്ല ഇതിപ്പോൾ. പണ്ടൊക്കെ വീട്ടിലായിരുന്നു ഡെലിവറി. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കുഞ്ഞ് ഹോസ്പിറ്റലിലാണ് ജനിക്കണേ. ജനിച്ച് കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും ചെറിയൊരു ശ്വാസം മുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒന്നും വാങ്ങിച്ച് വെക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹോസ്പിറ്റൽ ബാഗിൻ്റെ കിറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലോ ഫേസ്ബുക്ക് പേജിലോ എങ്ങാനും മെസ്സേജ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് 34ാമത്തെ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് ഇനി അടുത്ത ആഴ്ചയിൽ കാണാം. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. താങ്ക്